തൃശൂരിൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന്റെ സമയത്തെ ചൊല്ലി തർക്കം. NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലും LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനും പത്രിക നൽകാനെത്തിയ സമയത്ത് ചൊല്ലിയാണ് തർക്കമുണ്ടായത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയോടൊപ്പം എത്തിയ NDA സ്ഥാനാർത്ഥി നേരത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു എന്നായിരുന്നു വാദം. അല്പസമയത്തെ വാഗ്വാദത്തിന് ശേഷം ഇരു വിഭാഗവും സമവായത്തിൽ എത്തി. ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, അങ്ങനെ അസാധാരണ തർക്കം ഉണ്ടായ സാഹചര്യം എന്തായിരുന്നു? പിന്നീട് പരിഹരിക്കപ്പെട്ടോ ഈ സമയ തർക്കം? തീർച്ചയായും. അതായത് ഇന്ന് രാവിലെ ആദ്യം തൃശ്ശൂരിൽ ഈ നാമനിർദ്ദേശ പത്രിക നൽകാൻ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥിയാണ് വരണാധികാരിക്ക് മുൻപിൽ എത്തിയിരുന്നത്. അതിനുശേഷം ഈ UDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകി ഇറങ്ങാൻ കുറച്ച് വൈകി. അതിന് മുൻപേ തന്നെ ഈ BJPയും അതുപോലെ തന്നെ CPI നേതാക്കളും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. BJP നേതാക്കളും CPI നേതാക്കളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥിക്ക് ശേഷം LDF സ്ഥാനാർത്ഥിയും സംഘവും ഈ നാമനിർദ്ദേശ പത്രിക നൽകാനായി കയറാൻ ആണ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ആദ്യത്തെ സ്ഥാനാർത്ഥി പുറത്തിറങ്ങിയപ്പോൾ സമയം വൈകിയതിനാൽ തന്നെ പിന്നീടുള്ളവരുടെ എല്ലാം തന്നെ സമയക്രമം തെറ്റുകയാണ് ഉണ്ടായത്. എന്നാൽ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ നേരത്തെ തന്നെ ഒരു നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് സമയം നിശ്ചയിച്ചിരുന്നു. അവർ അത് മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അതേ സമയത്ത് തന്നെ മുഹൂർത്തത്തിൽ തന്നെ നൽകേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് അവർ ആവശ്യപ്പെടുകയും പിന്നീട് അത് ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനിടെ തന്നെ ഒരു തർക്കമുണ്ടാവുകയായിരുന്നു. ഒടുവിൽ ഈ ഇരു വിഭാഗങ്ങൾ ഒരു സമവായത്തിലെത്തി. ഈ സമയത്ത് തന്നെ NDA സ്ഥാനാർത്ഥി നൽകി. അതിനു മുൻപേ തന്നെ ഈ LDFന്റെ സ്ഥാനാർത്ഥികൾ അവിടെ നിന്ന് മാറി നൽകുകയും പിന്നീട് വീണ്ടും അവർ തന്നെ തിരിച്ചെത്തുകയും ഒക്കെ തന്നെ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ആകെ ഒരു ആദ്യഘട്ടത്തിൽ വലിയൊരു വാഗ്വാദം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു സീൻ അവിടെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പിന്നീട് അതൊരു സമവായത്തിലേക്ക് എത്തുകയായിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ പിന്നീട് ഉണ്ടായില്ല. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സമയത്തെ ചൊല്ലിയായിരുന്നു തർക്കമുണ്ടായത്.